ഹലോ, ഈ കഴിഞ്ഞ ജെഇ മെയിൻ സെഷൻ 2ന്റെ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെഷൻ 1ന് നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം മാത്രമല്ല, അടുത്ത വർഷത്തേക്ക് ജെഇ എഴുതാൻ പോകുന്ന കുട്ടികൾക്കടക്കം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏപ്രിൽ അറ്റംപ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 10.61 ലാക്ക് സ്റ്റുഡൻസ് ആണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ എക്സാം എഴുതിയത് വെറും 9.92 മാത്രമാണ്. എന്നാൽ ജനുവരിയിലേക്ക് നോക്കുകയാണെങ്കിൽ 13 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്തു. 12.58 ലക്ഷം കുട്ടികളാണ് എക്സാം എഴുതിയത്. അപ്പോൾ ഇവിടെ എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഏപ്രിലാണ് ആക്ച്വലി കൂടുതൽ എഴുതുക എന്നുള്ളത്. അങ്ങനെയല്ല, ജനുവരിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആക്ച്വലി എന്ത് ചെയ്യുക, എക്സാം എഴുതുക. അപ്പോൾ അതിനുശേഷം നല്ല റിസൾട്ട് ഉണ്ടാക്കി കുറേ പേര് പിന്നെ എന്ത് ചെയ്യില്ല, ഏപ്രിൽ എക്സാം എഴുതാറില്ല. അതുപോലെ തന്നെ ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന ഒരുപാട് ആളുകളും ജനുവരിയിൽ തന്നെ പിന്നെ എന്ത് ചെയ്യും, ഏപ്രിലേക്ക് എഴുതേണ്ട എന്ന ഡിസിഷൻ എടുക്കും. അപ്പോൾ യുണീക്ക് കാൻഡിഡേറ്റ്സ് ആണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലെ ടോട്ടൽ ഉണ്ടാവുക. അതായത് 15,39,848 കുട്ടികൾ രജിസ്റ്റർ ചെയ്തു. അതിൽ 14.75 കുട്ടികളാണ് ഈ വർഷം ജെഇ മെയിൻ എഴുതിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് യുണീക്ക് കാൻഡിഡേറ്റ്സ്. കഴിഞ്ഞ വർഷം ഈ നമ്പർ 14.15 ലാക്ക് ആയിരുന്നു. 60,000-ഓളം കുട്ടികൾ മാത്രമാണ് 24-ൽ നിന്നും 25-ലേക്ക് വന്നപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് റാങ്ക് വേഴ്സസ് പെർസെൻറ്റേജിൽ മുന്നായിട്ട് കട്ട് ഓഫിലേക്ക് നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് എക്സാമിലേക്കുള്ള ജെഇ എക്സാമിൽ കട്ട് ഓഫ് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും. ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 93.10 ആണ് പെർസെൻറ്റേജിലാണ് അഡ്വാൻസ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി. അതുപോലെ തന്നെ EWSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് 80.38 ആണ്. OBCയിലേക്ക് വരികയാണെങ്കിൽ 79.43% അഡ്വാൻസ് എക്സാമിൻ്റെ കട്ട് ഓഫ്. SC ആണെന്നുണ്ടെങ്കിൽ 61.1, അതുപോലെ ST ആണെന്നുണ്ടെങ്കിൽ 47.9. അങ്ങനെ ടോട്ടൽ 2 ലക്ഷം കുട്ടികളെ ഓരോ കാറ്റഗറിയിൽ നിന്നും പോപ്പുലേഷൻ അനുസരിച്ച് ആ റേഷ്യോയിലാണ് സെലക്ട് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 2 ലക്ഷം കുട്ടികളെയാണ് അഡ്വാൻസ് എക്സാമിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. റാങ്ക് വേഴ്സസ് പെർസെൻറ്റേജിൽ നോക്കുകയാണെങ്കിൽ 2025 വന്ന പെർസെൻറ്റേജിൽ 100% കിട്ടിയ 24 ആളുകളുണ്ട്. ആ 24 ആൾക്കും ആക്ച്വലി ഫസ്റ്റ് റാങ്ക് അല്ല. അതിൽ ഡിഫ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അഗൈൻ ടൈ ബ്രേക്കർ ഒക്കെ ഉണ്ടാകും. അപ്പോൾ 100% മേ ബി ഒരു ലെസ് ദാൻ 10 റാങ്കിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുള്ള ആളുകളാണ് 100% തന്നെ പറയാം. 99.999 അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ആളുകളൊക്കെ ഒരു 30 ഓൾ ഇന്ത്യ റാങ്ക് 30-നുള്ളിൽ എത്തിയിട്ടുണ്ടാകും. 99.99% റാങ്ക് എത്തുമ്പോഴത്തേക്കും ഏകദേശം 233 ഓൾ ഇന്ത്യ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. 99.9 ആണെന്നുണ്ടെങ്കിൽ 1677 ആണ്. അങ്ങനെ നമുക്ക് താഴേക്ക് വന്നാൽ 99.5-ലൊക്കെ എത്തുമ്പോഴത്തേക്കും ഓൾ ഇന്ത്യ റാങ്ക് 7753-ലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും റിസൾട്ടുകൾ നോക്കുന്ന സമയത്ത് പെർസെൻറ്റേജിൽ മാത്രമാണ് കാണുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷനും അതുപോലെ തന്നെ എത്രത്തോളം നല്ല റിസൾട്ടാണ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 99% എന്ന് പറയുന്ന എല്ലാവരും ഏറ്റവും നല്ല റിസൾട്ടായിട്ട് ഷോക്കേസ് ചെയ്യുന്ന റിസൾട്ട് ആക്ച്വലി എന്താണ്, ഓൾ ഇന്ത്യ റാങ്ക് 15,475 ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ അഡ്മിഷൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്കെ ഓൾ ഇന്ത്യ റാങ്ക് ആണ് ഇനി അങ്ങോട്ട് മാറ്റർ ചെയ്യാൻ പോകുന്നത്, അല്ലാതെ പെർസെൻറ്റേജിലല്ല. ഇനി നമുക്ക് കുറച്ചുകൂടി താഴേക്ക് വരികയാണെങ്കിൽ 99% ഞാൻ പറഞ്ഞു 15,475 ആണ്. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ 98% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,646 വരും അതിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. 97% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 45,000 എന്ന് പറയുന്ന ഓൾ ഇന്ത്യ റാങ്കിലേക്ക് പോവുകയാണ്. 96% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60,000 അബവ് ഓൾ ഇന്ത്യ റാങ്ക് എത്തിയിട്ടുണ്ടാകും. ആൻഡ് ഫൈനലി 94%-ലേക്ക് എത്തുമ്പോഴത്തേക്കും 89,000 എത്തിയിട്ടുണ്ടാകും. ഇനി നമ്മുടെ അഡ്വാൻസ് എക്സാമിലേക്കുള്ള ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് 93.10, ആ പെർസെൻറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ലക്ഷത്തിന് മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റാങ്ക് വേഴ്സസ് പെർസെൻറ്റേജ് ഈ വർഷത്തെ. ഇനി നമുക്ക് കട്ട് ഓഫ് എത്ര മാർക്കാണ് കട്ട് ഓഫിന് വേണ്ടി വന്നിട്ടുള്ളത്, ഒരുപാട് ആളുകളുടെ ചോദ്യം അതാണ്. അതിൻ്റെ ആൻസറാണ് ഈ വരുന്നത്. ഓരോ ഷിഫ്റ്റിനനുസരിച്ച് അത് മാറും. കാരണം പെർസെൻറ്റേജ് എന്നുള്ളത് ഒരു ഷിഫ്റ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ എക്സാമിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആദ്യം നടന്ന എക്സാം ഏപ്രിൽ 2-ന് S1-ൽ നടന്ന എക്സാമിൽ 106 മാർക്കാണ് അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ കട്ട് ഓഫിന് വേണ്ടി ജനറൽ കാറ്റഗറിയിൽ കേട്ടോ 93.10 എന്ന് പറയുന്ന പെർസെൻറ്റേജിലേക്ക് എത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ എക്സാമിൽ അത് 135 ആണ്. മൂന്നാമത്തെ എക്സാമിൽ 116 ആണ്. ഇത് ജനറൽ കാറ്റഗറിയുടെ അഡ്വാൻസ് എക്സാം കട്ട് ഓഫ് ആണ്. ബാക്കിയുള്ളവരുടെ ഇതിനേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും റിക്വയർഡ് ആയിട്ടുള്ള മാർക്ക്. 120, 111, 122. അപ്പോൾ ഏകദേശം ഒരു റേഞ്ചിലാണ് എല്ലാം എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെയും രണ്ടാമത്തെയും എക്സാമാണ് പ്രോബബ്ലി ഈ ഒരു കട്ട് ഓഫ് വെച്ചിട്ടെന്ന് നമുക്ക് പറയാം ഏറ്റവും ആദ്യത്തെ ഏപ്രിൽ 2-ാം തീയതി രാവിലെ നടന്ന എക്സാമാണ് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം എന്ന് നമുക്ക് ഈ ഒരു ഡാറ്റയുടെ ബേസിൽ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഏറ്റവും ഈസിയർ ആയിട്ടുള്ള എക്സാം ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ കട്ട് ഓഫിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും 135 ആയിരിക്കാം. ഏപ്രിൽ 2-ന് നടന്ന ഈവനിങ് എക്സാമാണ് ഈ 9 എക്സാമുകളിൽ ഏറ്റവും ഈസിയർ ആയിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ 99% കിട്ടാൻ എത്ര മാർക്ക് വേണ്ടി വന്നു, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത വർഷത്തേക്കുള്ള കുട്ടികൾ നോട്ട് ചെയ്യുക. ഓരോ ഷിഫ്റ്റിലും ഡിഫറെൻറ്റ് മാർക്കാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എല്ലാ ഷിഫ്റ്റിലും സെയിം മാർക്കല്ല. ആദ്യത്തെ എക്സാമിൽ 172 മതിയായിരുന്നു 99% ക്രോസ് ചെയ്യാൻ.
കാരണം അത് ഒന്ന് ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. ഇനി അടുത്ത അന്ന് തന്നെ വൈകുന്നേരം നടന്ന എക്സാമിൽ 203 മാർക്ക് വേണ്ടി വന്നു. അത് കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള എക്സാമാണ്. ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 175, 200 എല്ലാം ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പേപ്പർ ഒന്നും വന്നിട്ടില്ല. എല്ലാവരുടെയും കട്ട് ഓഫുകളും 99% വേണ്ട റിക്വയർഡ് മാർക്കുകളൊക്കെ ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. അപ്പോൾ ഷിഫ്റ്റ് വൈസ് സ്കോർ ഫോർ 99% നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നടന്ന April 2 മോർണിംഗ് ഷിഫ്റ്റ് 1 നടന്ന എക്സാമിൽ നമ്മളിപ്പോൾ കണ്ട ഡാറ്റയാണ് ഗ്രാഫിക്കലി അനലൈസ് ചെയ്യുകയാണെങ്കിൽ 172 ആണ്. 203 മാർക്ക് വേണ്ടിയത്, പിന്നെ വീണ്ടും 175, വീണ്ടും 200. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാം എന്താണ് ഏകദേശം സിമിലർ റേഞ്ചിൽ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ സെഷനിൽ 99% ക്രോസ് ചെയ്യാൻ ഓരോ ഷിഫ്റ്റിലും വേണ്ടി വന്നിട്ടുള്ള മാർക്ക്. ഇത് നമ്മൾ ജനുവരിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ജനുവരിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാർക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ നേരത്തെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 158 തുടങ്ങി ഓരോ 10 എക്സാമുകൾ നടന്നു. 10 എക്സാമിലും 99% വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണം? അപ്പോൾ അതിൽ ആക്ച്വലി 158 ആൻഡ് 148 എന്ന് പറയുന്ന 2 ലോ സ്കോറുകൾ ആ ജനുവരിയിലെ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നു. ആവറേജ് എടുക്കുകയാണെങ്കിൽ 176ഉം മീഡിയൻ 177ഉം, റേഞ്ച് 148 മുതൽ 200 വരെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏപ്രിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 172, 203 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് 184 മാർക്കാണ് 99%-ന് ഏപ്രിൽ സെഷനിൽ, ഈ വർഷത്തെ ഏപ്രിൽ സെഷനിൽ വേണ്ടി വന്നിട്ടുള്ളത്. ജനുവരിയിൽ 176 മതിയായിരുന്നു ആവറേജ്. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ആവറേജ് ജനുവരിയിലാണ്, ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോടും പാരൻസിനോടും പറയുന്നത് തന്നെയാണ്, ജനുവരിയിലാണ് നമുക്ക് നല്ല പെർസെൻറ്റേജ് ഉണ്ടാക്കാൻ ലോവർ മാർക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെ പ്രൂഫ് ഫണ്ട്സ് എല്ലാ വർഷത്തെ ഡാറ്റ എടുത്താലും നമുക്ക് ഇത് തന്നെയാണ് കാണാൻ സാധിക്കാം. മീഡിയൻ 179 ആണ് ആൻഡ് റേഞ്ച് 172 മുതൽ 203 വരെയാണ്. അപ്പോൾ ഈ പേപ്പറുകളെല്ലാം തന്നെ ഒന്നും കൂടെ ഡിഫിക്കൽട്ടി ലെവൽ ക്ലോസർ ടു ഈച്ച് അതറാണ്, സിമിലർ ടു ഈച്ച് അതറാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഷിഫ്റ്റ് വൈസ് സ്കോർ ഫോർ 99 മുതൽ 90 മുതൽ 99 വരെ എത്ര മാർക്ക് വേണ്ടി വന്നു? അപ്പോൾ 99 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 98%-ന് ഓരോ ഷിഫ്റ്റിലും എത്ര മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളതിൻ്റെ ഡാറ്റയാണ് നിങ്ങൾ ഈ കാണുന്നത്, ടേബിളാണ്. 95 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 118 ഫസ്റ്റ് എക്സാമിന് വേണ്ടി വന്നത്, 148 വേണ്ടി വന്നു രണ്ടാമത്തെ എക്സാമിന്. അപ്പോൾ നമുക്ക് ഓരോ പെർസെൻറ്റേജിലും എത്ര മാർക്ക് വേണമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ആൻസർ പറയുന്നതിൽ മീനിങ് ഇല്ല. കാരണം അത് ഓരോ പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ആൻഡ് 90%, 90% കിട്ടാൻ ഔട്ട് ഓഫ് 300 നിങ്ങൾ ഫസ്റ്റ് എക്സാമിന് 91 വേണ്ടി വന്നു, പിന്നെ 117, 102 എന്നുള്ളതാണ് കട്ട് ഓഫുകൾ. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ നിങ്ങൾക്ക് തന്നെ പോസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അതുപോലെ തന്നെ ഓരോ ഈ ഷിഫ്റ്റിൽ എക്സാം എഴുതിയ ആളുകളും നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഈ കാണുന്ന റേഞ്ചും നമ്മൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ 99 മുതൽ ഇനി അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ 99-ലെത്തി, ഇനി ഏറ്റവും ടോപ്പിലെത്താൻ നമുക്ക് എത്ര മാർക്ക് വേണം? അവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 99% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്? 15,480 ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്. അത് 172 മാർക്കാണ് ഫസ്റ്റത്തെ എക്സാമിന് വേണ്ടിയത്. അതേ എക്സാമിൽ തന്നെ 99.9-ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഓൾ ഇന്ത്യ റാങ്ക് ഒരു 1500, 1600 എത്തണമെന്നുണ്ടെങ്കിൽ 233 മാർക്ക് വേണം 300-ൽ. അതുപോലെ അങ്ങോട്ട് ഓരോ ഷിഫ്റ്റിലെയും മാർക്കുകൾ നമുക്ക് കാണാം. 99.5 എന്ന് പറയുന്ന പെർസെൻറ്റേജ് കിട്ടാൻ ഈച്ച് ഷിഫ്റ്റിൽ എത്ര മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്? അപ്പോൾ ഏറ്റവും ടോപ്പ്, അതായത് നമുക്ക് ഓൾ ഇന്ത്യ ടോപ്പേഴ്സായിട്ട് നമ്മൾ ടോപ്പ് 1000 അല്ലെങ്കിൽ ടോപ്പ് 2000-ലൊക്കെ എത്തിയിട്ടുള്ള കുട്ടികളുടെ മാർക്കാണ് ഈ കാണുന്നത്. ഓരോ ഷിഫ്റ്റിനും 259, 231, 259, 241 ഒക്കെയാണ് അവർ ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ ഡിഫറൻസ് കാണുന്നുണ്ടെങ്കിലും മുകളിലേക്കൊക്കെ പോകുന്നതിനനുസരിച്ച് കണ്ടോ ഏകദേശം അടുത്തടുത്തുള്ള വാല്യൂസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്ട് വൈസിലേക്ക് നോക്കുകയാണെങ്കിൽ, അപ്പോൾ സബ്ജക്ട് വൈസ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഫിസിക്സിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഓരോ പെർസെൻറ്റേജിലും വേണ്ടി വന്നിട്ടുള്ളത്? അപ്പോൾ ഫിസിക്സിലെ 90% കിട്ടാൻ 43 ആണ് വേണ്ടി വന്നിട്ടുള്ളത്. ഫിസിക്സിൽ 99% കിട്ടാൻ ഫസ്റ്റ് എക്സാമിൽ 74 മാർക്ക് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ 90, 76, 89 അങ്ങനെ പോവുകയാണ്. അതുപോലെ ഒരു 97% ഫിസിക്സിൽ കിട്ടാൻ 61 മാർക്കിൽ മുതൽ അങ്ങോട്ട് എന്ത് ചെയ്യാണ്, പല വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് ഇത് കൂടും കുറഞ്ഞുകൊണ്ടിരിക്കും. കട്ട് ഓഫ് വെച്ചിട്ട് നമുക്ക് പറയാം, ഇതിൽ 99% കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഏപ്രിൽ 3 ഷിഫ്റ്റ് 2 ആണ്. അത് ഏറ്റവും ഈസിയർ ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം ബേസ്ഡ് ഓൺ ദിസ് ഡേറ്റ. ഏറ്റവും കുറവ് മാർക്ക് വന്നിട്ടുള്ളത് 74 ഇവിടെ ഉണ്ട്, 75 ഉണ്ട്. അപ്പോൾ ഈ 2 ഫിസിക്സ് പേപ്പറുകൾ എന്താണ്, സിമിലർ ആണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റുഡ്. ഇനി കെമിസ്ട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതായത് കെമിസ്ട്രി ആണ് ഈ ഏപ്രിൽ എക്സാമിൽ ആക്ച്വലി കമ്പയർഡ് ടു ജനുവരി ആൻഡ് പ്രീവിയസ് ഇയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടഫർ ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ നോക്കുക, ഫസ്റ്റത്തെ എക്സാമിന് ഫിസിക്സിലെ
99% കിട്ടാൻ 74 മാർക്കാണ് വേണ്ടത്. എന്നാൽ കെമിസ്ട്രിയിൽ അതേ എക്സാമിൽ തന്നെ 99% കിട്ടാൻ 57 മാർക്ക് വേണ്ടി വന്നുള്ളൂ. അതിന്റെ മീനിങ് എന്താണ്? കെമിസ്ട്രി ഈ ഏപ്രിൽ സെഷനിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ്, ഒന്നുകൂടെ ടഫർ സൈഡിലാണ്. ട്രിക്കിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ലെങ്തിയർ കാൽക്കുലേഷൻസ് വന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് ട്രാപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ കെമിസ്ട്രി നല്ലോണം, യൂഷ്വലി നമ്മൾ പറയാനുള്ളത് കെമിസ്ട്രി ഹൈ സ്കോറിംഗ് ആണ്, എളുപ്പമാണെന്നൊക്കെയാണ്. പക്ഷേ ഈ ഏപ്രിൽ എക്സാമിന്റെ ഓവറോൾ എല്ലാ പേപ്പറുകൾ നോക്കുമ്പോഴും കെമിസ്ട്രിയുടെ സ്റ്റാൻഡേർഡ് ആക്ച്വലി കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഫിസിക്സുമായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റേഞ്ചിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആക്ച്വലി കാണാൻ പറ്റും. രണ്ടാമത്തെ എക്സാം നോക്കുക, 90 മാർക്കാണ് 99%-ന് ഫിസിക്സിൽ വേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ കെമിസ്ട്രിയിൽ വെറും 63 മാർക്ക് കൊണ്ട് തന്നെ കെമിസ്ട്രിയിലെ 99% നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പം ഓവറോൾ കെമിസ്ട്രി ടഫ് ആയിട്ടുണ്ട് തന്നെ നമുക്ക് ഈ വർഷത്തെ അനാലിസിസിൽ നിന്ന് പറയാം. ഇനി മാത്തമാറ്റിക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാ വെറും 55 മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ സബ്ജക്റ്റിൽ 99% ക്രോസ് ചെയ്യും ഫസ്റ്റ് എക്സാമിൽ. പിന്നെ 67, 49, 59 അങ്ങനെ പോവുകയാണ്. അതിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് വന്നത് 41 മാർക്കാണ്. 10 ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നിങ്ങളുടെ മാത്തമാറ്റിക്സിലെ റാങ്ക് എവിടെ എത്തുമെന്ന് അറിയാം. ഓൾ ഇന്ത്യ റാങ്ക് ഇൻ മാത്തമാറ്റിക്സ് ഒരു 16,000 ഉള്ളിൽ എത്തിയിട്ടുണ്ടാവും വെറും 10 ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് മാത്സ് ആസ് യൂഷ്വൽ ലോ സ്കോറിംഗ് തന്നെയാണ്. അതിൽ ചില പേപ്പറുകൾ മാത്രമാണ് കുറച്ച് ഈസിയർ ആയിട്ട് വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഏപ്രിൽ 2 ഷിഫ്റ്റ് 2 കുറച്ചുകൂടെ ഈസിയർ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. നേരെ മറിച്ച് ഏപ്രിൽ 4 ഷിഫ്റ്റ് 2 മാത്സ് അത്യാവശ്യം നല്ല ടഫാണ്. അതുപോലെ തന്നെ 7 S1 അത്യാവശ്യം ടഫാണെന്നുള്ളത് ഈ ഒരു മാർക്കിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ സാധിക്കും. ബാക്കി ഡാറ്റ പോയിന്റുകൾ നിങ്ങൾക്ക് ഓരോ പെർസെൻറ്റേജിലും എത്രയാണെന്നുള്ളത് നോക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ JEE 2025 മെയിൻ, JEE മെയിൻ 2025 ഏപ്രിൽ സെഷനിലെ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബാക്കി സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയ റാങ്കും പെർസെൻറ്റേജിലും വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ പ്രകാരം ഏതൊക്കെ കോളേജുകൾ ബ്രാഞ്ചുകൾ കിട്ടാനാണ് സാധ്യത എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക് പ്രഡിക്റ്റർ അല്ലെങ്കിൽ കോളേജ് പ്രഡിക്റ്റർ ടൂൾ XNY ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ വീഡിയോ ഞാനിത് താഴെ ലാസ്റ്റായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ വെബ്സൈറ്റ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഇവിടെ കാണാം. അത് കണ്ടതിന് ശേഷം പോയിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഏത് കോളേജാണ് കിട്ടാൻ സാധ്യത. ഇനി നിങ്ങൾ ഉദ്ദേശിച്ച കോളേജുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കീമ് പോലുള്ള അല്ലെങ്കിൽ കുസാറ്റ് പോലുള്ള ഐസർ പോലുള്ള എക്സാമുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്.